ഇത് നമ്മളെ സൽമാനാണല്ലോ. സൽമാനെ എന്താ പരിപാടി? കട്ടനും ചായയും ലാവിഷായിക്കോട്ടെ, ഇത്രയും കടികളുണ്ട്. വൈകുന്നേരച്ചായക്ക് വേണ്ടിയിട്ട് നമ്മള് സെറ്റ് ആയിട്ടുള്ള കടയാണ്. ഒന്ന് പുളപ്പൊരി, മിച്ചറ്, ബിസ്ക്കറ്റ്, പിന്നെ മഞ്ഞ മിച്ചറ്. അങ്ങനെ കൈസ് അതാ ചായ ചിന്തി ഈ ഷെമീമിനെ കൊണ്ട് വൈകുന്നേരച്ചായക്ക് വേണ്ടിയിട്ട് നമ്മള് സെറ്റ് ആയിട്ടുള്ള കടയാണ്. ഒന്ന് പുളപ്പൊരി, മിച്ചറ്, ബിസ്ക്കറ്റ്, പിന്നെ മഞ്ഞ മിച്ചറ്. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ജസീമാണ് മാസ്റ്റർ, ചായ മാസ്റ്റർ. വായക്കാട് ജസീം. ഹലോ ഗൈസ്, അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വൈകുന്നേരച്ചായ കുടിച്ചാണ് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ ഇവിടെ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതവിടെ നമ്മളെ സൽമാനുണ്ട്. എന്താ പരിപാടി? എന്താ ആർക്കാ അയച്ചുകൊടുക്കണ്ടേ? വീടെടുക്കാണ് വെറുതെ. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി നമ്മക്ക് കട്ടനുണ്ട്, മിച്ചറുണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്നത്തെ പരിപാടി അതാ. ഇന്ന് ലാവിഷാണ്. ഇന്ന് പണം പോയി പവർ ലാവിഷാണ്. അപ്പോ നമ്മളുള്ളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗൈസ് ആർട്സ് ഇൻ ദ ലേണിംഗ് ഹബ്. അപ്പോ ഇത് ഞങ്ങള് ലാസ്റ്റത്തെ എക്സാം ആയിരുന്നു. എക്സാം എന്ന് പറഞ്ഞാല് അങ്ങനല്ല, നിങ്ങളെ വീടെടുത്ത് എന്താണ് നിങ്ങള് സപ്പോർട്ടായി. അപ്പൊ നമ്മളെ ആർട്സിന്റെ എക്സാം കഴിഞ്ഞ ശേഷം നേരെ നമ്മളെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഫുൾ അപ്പൊ നമ്മളോടുള്ള നമ്മള് ഋഷിനുണ്ട്, പിന്നെ സൽമാൻ, ഷമീം, പിന്നെ ടീ മേക്കർ, നമ്മുടെ സ്വന്തം ജസീ വായക്കാട്, പിന്നെ കടിച്ചാനുള്ള സാധനങ്ങള്. കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കട്ടൻ ചായ? എങ്ങനെയാണ് കട്ടൻ ചായ ചെയ്യുന്നത്? ജസീലുണ്ടാക്കിയ സംഭവം ഫോൺ പാടിച്ച പൊന്നാരെ പടപ്പേ. എങ്ങനെയുണ്ട് കട്ടൻ ചായ? അത് കുടിച്ചിട്ട് വരാം. ഒന്ന് ഫസ്റ്റ് ഒന്ന് പറയും. പിന്നൊരു കാര്യം, കളിയല്ലാത്തൊരു കാര്യം പറയാം. ചച്ചയോട് പൂരം കണ്ടിട്ട് വരാൻ പറയും. ആൾക്കൂട്ടത്തിന്റെ ഞാൻ പൂരത്തില് ഇതാണ് ഗൈസ് ഋഷിന് ഞങ്ങളെ ഏജൻസി ഇട്ടാണ്. മെയിൻ ഡീലിംഗ് പോകാനാണ്. അവരുടെ ആ ഇരിക്കണ്ട നോക്കണ്ട. ഇപ്പം ഡീൽ ചെയ്യാൻ ക്യാഷ് ഞാനാണ് ഹാൻഡിൽ ചെയ്യാ. ഇത് പിന്നെ നമ്മളെ ഏജൻസിക്ക് പുതുതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് അനലൈസ് ചെയ്യാണ്. എങ്ങനെ ഫുഡ് അടിക്കണം, എങ്ങനെ ഫുഡ് തീർക്കണം, എന്റെ ടോപ്പിക്. ഇനി ആഫിൽ എന്താ പറയാ? എനിക്ക് പറയാന്ന് വെച്ചാല്, അതായത് നമ്മൾ മെയിനായിട്ട് വരുന്നത് മെയിനായിട്ട് വരുന്നത് അഡ്വഞ്ചറാ. ഇതേമാതിരി എവിടെ നിന്ന് കിട്ടും ഈ വൈകുന്നേരം ഈ ചായ, മിച്ചറ്? നമ്മുടെ ഇതൊരു ചോദ്യമാണ്. ഇതിന് ഞങ്ങളെ ഒരു ബിഗ് താങ്ക്സ്. ഇതുമാതിരി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സീരിയ ഉണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഓരോരും സമ്മതിക്കും ഇങ്ങനെ ഓഫീസ് സ്റ്റാഫ് റൂമിൽ ഇരുന്നാണ്ട് മിക്സറും കട്ടനും ചായ ഉണ്ടാക്കി കുടിക്കാൻ. ഇവരൊരു സ്റ്റാഫ് അല്ല, ഒരു ഫ്രണ്ടാണ്. നമ്മളൊരു ഫാമിലി പോലെയാണ്. അത് ഒരു സ്റ്റുഡന്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഓരെങ്ങനെ വളർത്താൻ കയ്യിലെടുക്കുക, എല്ലാവിധ കഴിവുകളും എങ്ങനെയാണ് അത് ക്ലാസ്സുള്ള ഒരേ ഫാമിലിയാണ്. അതെ, ഒക്കെ ഫ്രണ്ട്സ് എന്നുള്ള ഫാമിലി. ഫാമിലി ഭീമ കളിക്കണ്ടേ. ഇപ്പൊ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒന്ന് സുപ്പു, ഒന്ന് സിനു. പെണ്ണുമ്മ അബ്ദുപ്പ. അതിന്റെ വാപ്പന്റെ പേരല്ല നായിയെ. അബ്ദുപ്പ. അതെ പല വരുത്താ അതിന്റെ വാപ്പന്റെ പല പേരാ. ഈ വാപ്പാന്റെ പേര് നമ്മുടെ കള്ള. ഹലോ, പിന്നെ ഞങ്ങളെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മീന് ഇതാക്കണം. അവിടെ ഒരു അല്ല കൈയെടുക്കണേ. അവിടെ ഒരു ബൗളുണ്ട്. നമ്മളെ അടുത്ത വിഷയം എന്താ പറയാ? അടുത്ത വിഷയം എല്ലാവർക്കും ഓരോ
പെണ്ണ് കെട്ടണോ? ഒന്നുമല്ല, പെണ്ണിനെ കുറിച്ച് പറയുകയാണ്. പ്രാചീന കാലം തൊട്ടേ പെണ്ണുമായുള്ള ബന്ധങ്ങളുണ്ട്. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അഞ്ഞൂറന്മാർക്ക് ഇത് കെട്ടണ എങ്ങനത്തെ പെണ്ണിനെ കിട്ടണം? അതൊരു ചോദ്യമാണ്. അതെ, എങ്ങനത്തെ കുട്ടീനെ വണ്ടി പെണ്ണായാ മതി അത്ര. പെണ്ണാണോ അവിടെ വേണ്ട? പെണ്ണിനെ കിട്ടണേ. അല്ല, ഈ പെണ്ണിട്ടാണ് ആണുങ്ങള് വേറെ നമ്മളുടെ പല ആൾക്കാരെ വിചാരമുണ്ട് ഈ ആണുങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് പെണ്ണിട്ടാനായിട്ടാണ്, ഗൾഫ് പോയിട്ട് പെണ്ണിട്ടാനായിട്ടാണ്. ഫോക്കസ് ഓൺ കരിയർ, ഫോക്കസ് ഓൺ ഗ്രോത്ത്. ആ. അതിനാ വേണ്ടിയിട്ടാണ് ഇതാക്കുക. പെണ്ണിട്ട ഒരിക്കലും പെണ്ണിട്ടാനുള്ള ചിന്ത അല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആൾക്കാരൊക്കെ എപ്പോഴും പെണ്ണിട്ടില്ല. കാരണം എപ്പോഴും പെണ്ണിട്ട് അതല്ല, ഒരാൾ ബി കോളേജിന്റെ കമ്പനിയിലെ വർക്ക് ചെയ്യും, ഒരാൾക്ക് സ്വന്തമായിട്ട് 3 കോപ്പി ഉണ്ട്. ഒരു കരിയർ ഫോക്കസ് ചെയ്ത് പോകുന്നോണ്ടല്ലോ അങ്ങനെ. നിങ്ങൾ ബിഗ് ഫാമിലി അല്ല. അതാ കഴിഞ്ഞ പോകുന്നൊരു പടത്തരം എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ല, എന്റെ ഡാഡിക്ക് 2 ബസ്സുണ്ട്, ഒരു 49 സീറ്റിലെ. എനിക്കും ജെറ്റിനും 3 റിസർവ് ബാങ്ക് ഉണ്ട്. ഒന്ന് വായക്കാട് പുതിയ ഇപ്പടുത്ത് ഒന്ന് പാളയം ബസ് ബസ് സ്റ്റാൻഡിന് നേരെ ലോഞ്ച് ആയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഡീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതി അതിപ്പോ സ്റ്റേ ആയിക്കൊണ്ടിരിക്കുക. കോടതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാല് അങ്ങോട്ട് പോകും, കാര്യങ്ങൾ ഡീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും കൂടി ഒരു പൊളി പൊളിക്കും. അങ്ങനെ കടി കഴിഞ്ഞ് ചായ പിന്നുണ്ടാക്കി. ചായ അടിപൊളിയായപ്പോ ഒന്നും ഉണ്ടാക്കി. ഷെമീമാർ രണ്ടാമത് ഉണ്ടാക്കി. എന്താ എന്റെ അവസ്ഥ തൊള്ളി കേൾക്കാൻ പറ്റുമല്ലോ എന്നുള്ള അതൊന്നാണ്. കളി ഫുള്ള് കഴിഞ്ഞാൽ ഓൾ പോയി പണമൊക്കെ പറയും. ഓ ഇല്ലാതെ